ഇത്രയും കാലം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഉപയോഗിച്ചിരുന്ന അതേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇനി നമ്മൾ AI ഉപയോഗിക്കേണ്ടത്. ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും ഗൂഗിൾ തന്നെയാണ് ബെറ്റർ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തല്ല, വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ചില റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. വേറൊരു സിനാരിയോ പറയാം. ഞാൻ ഫാമിലിയായിട്ട് തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. എനിക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ടോപ്പ് 10 തായ്ലൻഡ് ടൂറിസ്റ്റ് പ്ലേസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഫോട്ടോസും റിവ്യൂസും വീഡിയോസൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ഇന്റർനെറ്റിലെ പല വെബ്സൈറ്റുകളായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകൾ ഞാൻ ചോദിച്ച രീതിയിൽ എനിക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇനി ഞാൻ AI ഉപയോഗപ്പെടുത്തി ഇതേ കാര്യങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ AIനോട് ഞാൻ പറയുന്നത് ഇന്നേ ദിവസത്തേക്ക് ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇത്ര എണ്ണം ആളുകൾ ഫാമിലി മെമ്പേഴ്സ് ആണ്, ഇന്നേ ദിവസം തിരിച്ച് റിട്ടേൺ വരും ചെയ്യും, അപ്പോൾ എത്ര ദിവസം ഞാൻ അവിടെ ഉണ്ടാവും, അവിടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് അവിടെ യാത്രാ സമയവും യാത്രാ ചെലവും കുറച്ചിട്ടുള്ള രീതിയിൽ എനിക്ക് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതിൽ ആദ്യം ഏത് പിന്നെ ഏത് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു കലണ്ടർ, ഒരു പ്ലാനർ എനിക്ക് ഉണ്ടാക്കി തരാം. അതിൻ്റെ കൂടെ എല്ലാ ചെലവുകളും ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഏറ്റവും അവസാനത്തെ ദിവസം ഒരു ഷോപ്പിങ്ങിനുള്ള സംവിധാനം കൂടെ ഉണ്ടാവും വേണം കേട്ടോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് ഒരു മാജിക് ആയിരിക്കും ഉണ്ടാവുക. പറഞ്ഞുകൊണ്ട് വരുന്നത് അവിടെ സംഭവിച്ചത് ശരിക്കും AIക്കകത്തുള്ള ഡാറ്റകൾ ഉപയോഗപ്പെടുത്തി ചില ബ്രൗസിംഗ് കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ കൂടുതൽ ഡാറ്റകൾ അക്യൂർ ചെയ്തിട്ട് അതുവഴി ഒരു പ്രോബ്ലം സോൾവിങ്ങും ഓട്ടോമേഷനും ഒക്കെ നടന്നിട്ട് കൃത്യമായിട്ടും കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, അതും പുതിയൊരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്.